തമിഴ്നാട്ടിൽ വീണ്ടും വന്ദേമാതര വിവാദം. വന്ദേമാതരത്തിനും ദേശീയ ഗാനത്തിനും ശേഷമാണ് സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് ഇത്തവണയും ചൊല്ലിയത്. നടപടിയെ ചോദ്യം ചെയ്തും വിജയ് സർക്കാരിനെ വിമർശിച്ചും DMK രംഗത്തെത്തി. അതിനിടെ മദ്രസകളിൽ വന്ദേമാതരം നിർബന്ധമാക്കി പശ്ചിമബംഗാൾ സർക്കാർ ഉത്തരവിറക്കി. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് വന്ദേമാതര വിവാദത്തിന്റെ തുടക്കമെങ്കിൽ മന്ത്രിസഭാ വികസനത്തിൽ അതിന്റെ തുടർച്ചയാണ് കണ്ടത്. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഇത്തവണയും ആദ്യം ചൊല്ലിയത് വന്ദേമാതരം. തുടർന്ന് ദേശീയ ഗാനം ആലപിച്ചതിനു ശേഷമാണ് സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്തു പാടിയത്. നടപടി നിർഭാഗ്യകരമെന്നായിരുന്നു DMKയുടെ പ്രതികരണം. ഔദ്യോഗിക പരിപാടികളിൽ സംസ്ഥാന ഗാനത്തിന് മുൻഗണന നൽകുമെന്ന വാക്കാണ് സർക്കാർ ലംഘിച്ചത്. തമിഴ് സ്വത്വവും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിൽ TVK പരാജയപ്പെട്ടതായും DMK കുറ്റപ്പെടുത്തി. അതിനിടെ ബംഗാളിൽ സ്കൂളുകൾക്ക് പുറമെ മദ്രസകളിലും വന്ദേമാതരം നിർബന്ധമാക്കി. രാവിലെ അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കണമെന്നാണ് നിർദ്ദേശം. മദ്രസ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന അംഗീകൃത എയ്ഡഡ് അൺഎയ്ഡഡ് മദ്രസകൾക്കാണ് ഉത്തരവ് ബാധകമാവുക. നടപടിയെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ രംഗത്തുവന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.